ദുർമരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തണം. നമ്മുടെ മനസ്സ് റബ്ബ് നിയന്ത്രിക്കണം. പിശാചിന്റെ നിയന്ത്രണത്തിൽ ആവരുത്. പിശാചിന്റെ കരവലയത്തിൽ, പിശാചിന്റെ കെണിവലയിൽ നമ്മുടെ മനസ്സ് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ ശരീരം വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ നാവ് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ കണ്ണ് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ കാല് വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ കൈ വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ ഗുഹ്യാവയവങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ പെട്ടുപോയാൽ ഹറാമിലേക്കായിരിക്കും നമ്മുടെ പോക്ക്, നമ്മുടെ ചാട്ടം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് റബ്ബിന്റെ കാവല് വേണം. അതിന് ഒരു യാസീൻ ഓതുക. ആയുസ്സിന് വേണ്ടി പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. അപകടത്തിൽ പെടുത്തരുത് അല്ലാ. ദുർമരണത്തിൽ ഞങ്ങളെ പെടുത്തരുത് അല്ലാ എന്ന് നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. മൂന്നാമത്തെ യാസീന് ഭക്ഷണത്തിൽ വിശാലത. അതേ കച്ചവടത്തില്, അതേ പീടികയില്, നമ്മുടെ ബിസിനസ്സിൽ, ചെയ്യുന്ന ബിസിനസ്സിൽ, ഇതിലെല്ലാത്തിലും ബർക്കത്ത് വേണം, സന്തോഷം വേണം. കച്ചവടം ചെയ്യുന്നുണ്ട്, പൈസ കാണുന്നില്ല. പല ദിവസവും പണിക്ക് പോകുന്നുണ്ട്, പൈസ കയ്യിൽ നിൽക്കുന്നില്ല. കിട്ടുന്ന പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ് തികയുന്നത്. അതേ കിട്ടുന്ന പൈസക്ക് മുഴുവനും മരുന്ന് വാങ്ങുകയാണ്. അതേ ഓരോന്ന് വഴിക്ക് വഴി വരുന്നു. മക്കൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, ജേഷ്ഠന്, അനുജന്, ഉമ്മക്ക്, വാപ്പക്ക് അസുഖമാണ്. ഇങ്ങനെ വീട്ടിലൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഓതു മക്കളെ, നാളെ യാസീൻ. ആ യാസീൻ ഓതിക്കൊണ്ട് റബ്ബിനോട് കരമുയർത്തുക. പടച്ച റബ്ബേ, ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാ. കുടുംബ ബന്ധം ചേർക്കുക. ആരെങ്കിലും കുടുംബങ്ങളുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ജേഷ്ഠനും അനുജനും, അനുജനും ജേഷ്ഠനും, അതേ അനുജത്തിയും ജ്യേഷ്ഠത്തിയും, അമ്മായിയും, അതുപോലെ പെങ്ങളും ആങ്ങളെയും, ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, വാപ്പ മക്കള് ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, വാപ്പ ഇങ്ങോട്ട് തെറ്റ് ചെയ്താലും മക്കൾ അങ്ങോട്ട് തെറ്റ് ചെയ്താലും റബ്ബ് പൊറുക്കുമെങ്കിൽ പിന്നെ നമുക്കെന്തേ വിട്ടുവീഴ്ച ചെയ്തൂടെ? സംഘടനയുടെ പേരില്, ഗ്രൂപ്പിന്റെ പേരില്, കമ്മിറ്റിയുടെ പേരില് ആരെങ്കിലും വിമിഷ്ടത്തിലോ അനിഷ്ടത്തിലോ നിൽക്കുന്നുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, മുത്തുമുഅ്മിനീങ്ങളെ, കരളിന്റെ കഷ്ടങ്ങളായ പ്രവർത്തകരെ, നന്നാവുക, നല്ല വഴിയിലേക്ക് വരിക, നല്ല റൂട്ടിലേക്ക് വരിക. എന്നാലേ നാളത്തെ യാസീൻ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. നാളത്തെ യാസീനിന് റബ്ബ് മറുപടി പറയണമെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് അല്ലാഹു തആല മലക്കുകൾ മുഖേന നാളെ വാനലോകത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് റഹ്മത്ത് ഇറങ്ങുമ്പോൾ, നാളെ രാത്രി കോടാനുകോടി മുഅ്മിനീങ്ങൾ പള്ളിയിലിരുന്ന്, വീട്ടിലിരുന്ന് മനസ്സ് ശുദ്ധമാക്കി, യാതൊരു വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും, അതേ വിമിഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും അനൈക്യത്തിന്റെയും ചിന്തയില്ലാത്ത, ഒരാളോടും തെറ്റി നിൽക്കാത്ത, ഒരാളോടും എതിര് പറയാത്ത, ഒരാളെയും വെറുപ്പിക്കാത്ത, ഒരാളെയും തുറിച്ചു നോക്കാത്ത, ഒരാളെയും മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ കഷ്ടപ്പെടുത്താത്ത മുഅ്മിനീങ്ങൾ നാളെ റഹ്മത്ത് റബ്ബിനോട് ചോദിച്ചു വാങ്ങേട്ട് സ്വർഗത്തിന്റെ കഥാ ടിക്കറ്റ് വാങ്ങുമ്പോൾ, നരകത്തുനിന്ന് രക്ഷ കിട്ടുമ്പോൾ, ആ പട്ടികയിൽ സാധുവായ ഞാൻ പെടണം, എന്റെ കുടുംബം പെടണം, നിങ്ങൾ പെടണം, നിങ്ങളെ കുടുംബങ്ങൾ പെടണം. മോമിനെ മടങ്ങണേ, മോമിനെ മുസ്ലിമേ മടങ്ങണേ, മുത്ത് മുഅ്മിനീങ്ങളെ മടങ്ങണേ. ഒന്ന് നന്നാകാൻ തീരുമാനിക്കണം. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ മുതശറഫ, ശറഫാക്കപ്പെട്ട ബറക്കത്തുടെ രാത്രിയല്ലേ, മുസ്തജാബ് ദഅവത്തിന്റെ രാത്രിയല്ലേ. ഇന്നത്തെ രാത്രി പൊട്ടിക്കരയോ മൂമിനെ, നാളത്തെ രാത്രിയിലേക്ക് ഇറങ്ങോ മൂമിനെ. എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രവാസികളോട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോ ഉമ്മയോട് അനിഷ്ടത്തിലാണ്, വാപ്പയോട് അനിഷ്ടത്തിലാണ്, അതേ ജ്യേഷ്ഠനോട് അനിഷ്ടത്തിലാണ്, പെങ്ങളോട് അനിഷ്ടത്തിലാണ്. മോനെ, നിങ്ങൾക്കിന്ന് ബറാത്തിരാവല്ലേ, യാസീൻ ഓതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓതാൻ പോവുകയായിരിക്കും. ഒന്ന് വിളിച്ചു സന്തോഷം പറയോ, അല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല. ഏത് തങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്താലും, ഏത് വലിയാതാ,
ദിക്റിന്റെ സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്താലും മജ്ലിസിലേക്കല്ലല്ലോ റബ്ബിന്റെ നോട്ടം, നിന്റെ മനസ്സിലേക്കാണല്ലോ റബ്ബിന്റെ നോട്ടം. പെങ്ങളെ, ആങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന് കുറ്റം കാണുന്ന പെങ്ങളെ, അവളെ കുറ്റം പറഞ്ഞ പെങ്ങളെ, പലരോടും പറഞ്ഞ പെങ്ങളെ, ഒന്ന് വിളിച്ചു പറയോ, ഞാൻ നിന്നെ പറ്റി പലതും പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്ന് പൊരുത്തപ്പെട്ട് തരോ, ഒന്ന് പൊരുത്തപ്പെട്ട് തരോ, ഇല്ലെങ്കിൽ രക്ഷയില്ല. തസ്ബീഹ്മാല നിസ്കാരക്കുപ്പായം 10 ഇട്ട് നിസ്കരിച്ചാലും മുസ്ഹഫ് കയ്യിൽ പിടിച്ചതായിരുന്നാലും രക്ഷയില്ല, രക്ഷയില്ല. ഒന്ന് നന്നാകാൻ ശ്രമിക്കണം, ഒന്ന് നല്ല മനസ്സിന്റെ ഉടമകളാകണം, ഒന്നിന്റെയും പിന്നാലെ പോകണ്ട. അതേ അതേ റബ്ബിലേക്ക് കരമുയർത്തിയിട്ട് അതേ റബ്ബിനോട് പൊട്ടിക്കരയേണ്ട രാത്രിയാണോ ഇന്നും നാളെയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബ് നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുകൊണ്ട് മോമിനീങ്ങള്, മുത്തഖീങ്ങള്, സാലിഹീങ്ങള് നിർത്തുകയാണ്. റമദാനിലേക്ക് ഞാനുണ്ടാകുമോ, നിങ്ങളുണ്ടാകുമോ പറയാൻ സാധ്യമല്ല. പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും കൂടിക്കൂടി വരികയാണ്. മരണം അവന്റെ ചെറുപ്പിന്റെ വാറ് അവന്റെ കാലിനോട് എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്ത് മരണമുണ്ട്. ഓ പെങ്ങളെ, ഓ മൂമിനെ, പാർക്കിലും ബീച്ചിലും അതേ കടപ്പുറത്തും അതുപോലെ പല സ്ഥലത്തും പോയി വിലസുമ്പോ അസ്റായിൽ നമ്മുടെ പിന്നിലുണ്ടെന്നുള്ള ഓർമ്മ വേണം, മരണം മുന്നിലും പിന്നിലും ഉണ്ടെന്നുള്ള ഓർമ്മ വേണം, അറ്റാക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മ വേണം, സൈലന്റ് അറ്റാക്ക് ആകുമെന്നുള്ള ഓർമ്മ വേണം. ബൈക്കിലാ യാത്ര, കാറിലാ യാത്ര സുരക്ഷിതമാണെന്ന് ചിന്തിക്കണ്ട. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, ആ ബസ്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ അതേ അറ്റാക്കായി മരിക്കുന്നു. അല്ലാ അല്ലാ. വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന പൈലറ്റ് അറ്റാക്കായി മരിക്കുന്നു. റബ്ബിന്റെ തീരുമാനം, ആ റബ്ബിന്റെ തീരുമാനം മാറ്റാൻ ഒരു മന്ത്രിക്ക് സാധ്യമല്ല, ഒരു MLA-ക്ക് സാധ്യമല്ല, ഒരു രാഷ്ട്രപതിക്ക് സാധ്യമല്ല, ഒരു ഉപരാഷ്ട്രപതിക്ക് സാധ്യമല്ല, ഒരു IG-ക്ക്, DIG-ക്ക്, SI-ക്ക്, SI-ക്ക്, ഒരു പോലീസുകാരന് സാധ്യമല്ല, ഒരു പണ്ഡിതന് സാധ്യമല്ല, ഒരു സംഘടനയ്ക്ക് സാധ്യമല്ല, ഒരു ഗ്രൂപ്പിനും സാധ്യമല്ല. ഓ മോമിനെ, അത് റബ്ബ് തീരുമാനിച്ചാലല്ലാതെ തീരുമാനം മാറ്റിയെഴുതാൻ ആർക്കും സാധ്യമല്ല. ആ തീരുമാനം മാറ്റിയെഴുതാനും പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും റബ്ബിനോട് നാളെ യാസീനോദി ദുആ ചെയ്യണം. അതിന് മനസ്സ് നന്നാവണം. തെറ്റായവരോട്, തെറ്റി നിൽക്കുന്നവരോട് നന്നാകണം. എല്ലാ ആര് ചെയ്താലും ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ കുടുംബവുമായി തെറ്റി നിന്നിട്ട് യാസീനോദിട്ട് കാര്യമില്ല. ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. മോമിനെ ചിന്തിക്കണം. അതുകൊണ്ട് നന്നാവണേ, 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 മുത്തഖീങ്ങളാവണേ, സജ്ജനങ്ങളിൽ പെടണേ, നരകത്തുനിന്ന് രക്ഷപ്പെടണേ, സ്വർഗ്ഗത്തിൽ കടക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.